യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇരു കേരള കോൺഗ്രസുകളുടെയും അവകാശവാദവും അതുതന്നെയാണ്. മഞ്ജുഷ സൂചിപ്പിച്ച സാഹചര്യം അതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ശ്രീജിത്ത്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് കേരളത്തിൽ ഒരു വലിയ അനുകൂല സാഹചര്യം ഉണ്ടാക്കിയത് മധ്യകേരളത്തിലെ ജില്ലകളാണ്. മധ്യകേരളത്തിലെ ജില്ലകളിലെ ഏറ്റവും പ്രത്യേകത കോട്ടയം അടക്കമുള്ള മേഖല, കോട്ടയം പത്തനംതിട്ട അടക്കമുള്ള ഈ മേഖലകളിൽ ഇടതുപക്ഷത്തിൻ്റെ പല പഞ്ചായത്തുകളിലും കടന്നു കയറാൻ കരുത്തായത് ക്രൈസ്തവ സഭ ഇത്തവണ UDFന് അനുകൂലമായി നിലപാടെടുത്തു എന്നത് തന്നെയാണ്. ഇതിലേറ്റവും പ്രധാനം നമുക്കറിയാം, സിറോ മലബാർ സഭയുടെ തന്ത്രപ്രധാനമായ രൂപതകളും ഒക്കെ ഉൾപ്പെടുന്ന ഇടമാണല്ലോ ഈ കോട്ടയം പത്തനംതിട്ട മേഖലകളൊക്കെ. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ രാഷ്ട്രീയം പ്രതിഫലിക്കുകയാണെങ്കിൽ, അതായത് സഭ ഒരു പരസ്യ നിലപാടെടുക്കുകയോ അതല്ലെങ്കിൽ അവർ വ്യക്തമായ ഒരു പരസ്യ നിലപാട് സ്വീകരിക്കാതിരിക്കുകയോ ചെയ്താൽ അത് തന്ത്രപ്രധാനമായി സ്വാധീനിക്കപ്പെടുക ഈ മധ്യകേരളത്തിലെ ഏതൊക്കെ മണ്ഡലങ്ങളിലായിരിക്കും? ആ മണ്ഡലങ്ങളിലെ മാറ്റം എങ്ങനെ നമ്മുടെ പൊതുരാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കും ശ്രീജിത്ത്? സജിത്ത്, ഇതിലേതെങ്കിലും കാര്യമായൊരു മണ്ഡലം മാറ്റി നിർത്താൻ നമുക്ക് മധ്യകേരളത്തിൽ ഇത് കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പരിധിവരെ ചിലപ്പോൾ വൈക്കമോ അങ്ങനെ ചില മണ്ഡലങ്ങൾ ഒരുപക്ഷെ, അല്ലെങ്കിൽ കോട്ടയം പോലുള്ള ചില മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയാൽ അതിനപ്പുറത്തേക്കുള്ള കടുത്തുരുത്തി, പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ചെങ്ങനാശ്ശേരി, അങ്ങനെ തൊട്ടടുത്ത് നോക്കിയാൽ തിരുവല്ല, അപ്പുറത്ത് ആറന്മുള, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മധ്യകേരളത്തിൽ ഏതാണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും സഭാ വോട്ടുകൾ വളരെ നിർണായകമാണ്. അത് കേവലം കത്തോലിക്ക സഭയല്ല എന്നത് മാത്രമേ ഉള്ളൂ. ചിലയിടങ്ങളിലെങ്കിലും ഇപ്പം തിരുവല്ലയിൽ മാർത്തോമ സഭയ്ക്കും തൊട്ടടുത്ത ആറന്മുളയിൽ ഓർത്തഡോക്സ് സഭയ്ക്കും ഒക്കെയുള്ള സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും സഭകളുടെ ആവശ്യങ്ങളിൽ ഒരു പരിധിവരെ തീരുമാനമെടുക്കാൻ ജോസ് കെ മാണിക്ക് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ്. അത് ആ മുന്നണിയുടെ ആത്മവിശ്വാസമാണ്. നോക്കൂ, ഈ കഴിഞ്ഞ പലതും വൈകിപ്പോയി എന്ന് പറയുന്നു, പക്ഷേ ഏറ്റവും ഒടുവിലെടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം, ഇപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ക്രൈസ്തവ സഭകളെ ആകെ ഗുണകരമായി ബാധിക്കുന്ന ഒന്നാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ക്രൈസ്തവ കുടുംബങ്ങളിലേക്ക് ബാധിക്കുന്ന ഒന്നായിരുന്നു ഭിന്നശേഷി അധ്യാപന നിയമനം. അതിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നൊരു പ്രതികൂല വിധി ഉണ്ടായപ്പോൾ ഒരുപക്ഷെ കോടതി അലക്ഷ്യമാണ് ആയേക്കാം എന്ന് കരുതിയിട്ട് പോലും അതിനനുകൂലമായ ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തി എന്നുള്ളത് ജോസ് കെ മാണിയുടെയും ഒപ്പം തന്നെ ഈ ഇടതുമുന്നണിയുടെയും ഒരു സ്ട്രാറ്റജി കൂടിയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്ത് V ശിവൻകുട്ടി മന്ത്രി തന്നെ എത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു. അതിനുശേഷം ഇതിനനുകൂലമായി ഒരു നീക്കത്തിലേക്ക് പോയപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ തന്നെ അതിനെ അഭിനന്ദിച്ച് രംഗത്തെത്തുന്ന സാഹചര്യം പോലുമുണ്ട്. അതിന് തൊട്ടു മുൻപ് വരെ ഒരു പരിധിവരെ കേരള കോൺഗ്രസ് ഒന്നിക്കണമെന്നും അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ ചരടുവലികൾ നടത്തിയതിലും രൂപതകൾക്കുള്ള സ്വാധീനം അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം നമ്മൾ മറക്കുന്നില്ല. അതിന് തൊട്ടു മുമ്പ് പുതുപ്പള്ളിയിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രതീക്ഷ എന്ന ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ പ്രസംഗിച്ചിരുന്നു. അങ്ങനെ സമീപകാലത്ത് BJP പല നീക്കങ്ങളും നടത്തി സഭകളെ കൂട്ടാൻ ശ്രമിക്കുമ്പോഴും ഈ ഛത്തീസ്ഗഡ് സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJPയെ കടന്നാക്രമിച്ച് തങ്ങളുടെ ഫോക്കസ് ഏതാണ്ട് UDF ആണ് എന്ന നിലയിലേക്ക് ഒരു പൊളിറ്റിക്കൽ മാറ്റം സഭകളിൽ വന്നിരുന്നു. അതാണ് ഫലത്തിൽ ഒരു പരിധിവരെ സഭകൾ ആവശ്യപ്പെടുന്നത് നടപ്പാക്കുമ്പോൾ പിന്നെയും സർക്കാരിനെ വിമർശിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ലോ. അതാണ് ഏറ്റവും ഒടുവിൽ നടന്ന JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യമാണെങ്കിലും അധ്യാപന നിയമനം ഒരു 20,000 വീടുകളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവർക്ക് കാലങ്ങളായി അതിന് നിയമനാംഗീകാരം ലഭിക്കാത്തതാണ്. അത് ഫലത്തിൽ അതിന് അനുകൂലമായി സർക്കാർ നടപടി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അത് നടപടികളിലേക്ക് പോകുന്ന കാര്യമാണ്. അവിടെ സഭയ്ക്ക് പിന്നെയും സർക്കാരിനെ വിമർശിക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാതായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഒന്നുകൂടിയുള്ളത് പക്ഷേ സഭകൾ ആശങ്കപ്പെടുന്ന, സഭകൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഒരു സ്ട്രാറ്റജിക് ചേഞ്ച് അവരുടെ വോട്ടിങ്ങിലടക്കം അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ വരുത്തിയതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ കൂടി UDF തോറ്റു കഴിഞ്ഞാൽ അത് അവരുമായി, സഭകളുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം എന്നുള്ള നിലയിൽ പിന്നീടൊരു തിരിച്ചുവരവിന് സാധ്യത കുറവാണ് എന്നുള്ളതാണ്. അതിനുവേണ്ടി കൂടിയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇങ്ങനൊരു നീക്കം നടത്തിയത് എന്നത് വളരെ പരസ്യമാണ്. നമുക്കറിയാം, നമ്മുടെ അടക്കമുള്ള പ്രതികരണങ്ങളിൽ കേരള കോൺഗ്രസുകളെ ഒന്നിപ്പിച്ച് UDFൽ കൊണ്ട് നിർത്തണമെന്ന് മാണി പുതിയിടം നമ്മളോട് നടത്തിയ അഭിമുഖത്തിൽ ഉൾപ്പെടെ പറഞ്ഞ കാര്യം പോലും പ്രസക്തമാണ്. തുറന്നു പറച്ചിലുകളാണ് ഇതിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഈ ഘട്ടത്തിൽ ഇനി എങ്ങനെ UDFനെ സഹായിക്കും എന്നുള്ളത് ഒരു പരസ്യ പ്രതികരണത്തിലൂടെ ഈ ഘട്ടത്തിൽ സമീപിക്കില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈസ്റ്ററാണ്, 6-ാം തീയതി. അതുമായി ബന്ധപ്പെട്ടാണ് പള്ളികളിൽ ഒരുപക്ഷെ കൂടുതൽ ഇടയലേഖനങ്ങളും ഈ മലയോര മേഖലയിലെ പ്രശ്നങ്ങളും അങ്ങനെ പലത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശ്വാസികളിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മഞ്ജുഷി നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഏറ്റവും അവസാന ആഴ്ചയിൽ പ്രതികരണങ്ങളിലേക്ക്, വിശുദ്ധവാരം കഴിയുന്നതോടെ പ്രതികരണങ്ങളിലേക്ക് അവരെത്തുമോ എന്നത് പ്രസക്തമാണ്. പക്ഷേ അപ്പോഴും ജോസ് കെ മാണിക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന, അല്ലെ
കെ മാണി വിഭാഗത്തിലെ ചില സ്ഥാനാർത്ഥികൾക്കെങ്കിലും പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒന്ന്, തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എത്തിയ സഹായങ്ങളിൽ അവർ തൃപ്തരാകുമോ, അവരത് പരിഗണിക്കുമോ? സഭാധ്യക്ഷൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ വോട്ട് ചെയ്യില്ല. അതായത് ഈ സഭകൾ, ഈ കേരള കോൺഗ്രസ് രണ്ടായി നിൽക്കുന്ന സമയത്ത് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായ അദ്ദേഹത്തിന്റെ ഒരു തമാശ രൂപേണ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, ഞങ്ങളുടെ വോട്ടുകൾ നിങ്ങളിങ്ങനെ രണ്ടായിട്ട് വിടുന്ന സാഹചര്യമാണ്, അതൊന്നും നിങ്ങൾ അവസാനിപ്പിച്ചെങ്കിൽ നല്ലതാണ്. ഒരു പരിധിവരെ നിങ്ങൾ രണ്ടിടത്തും ഉള്ളത് ഞങ്ങൾക്ക് നല്ലതാണ്, പക്ഷേ ഞങ്ങളുടെ വോട്ടുകൾ ഇങ്ങനെ ഭിന്നിച്ചു പോവുകയാണ് എന്നതാണ്. അത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. കത്തോലിക്ക സഭ അടക്കം നേരിട്ടുകൊണ്ടിരുന്ന യാഥാർത്ഥ്യമായിരുന്നു. ആ വോട്ട് പിരിഞ്ഞു പോകുന്ന സാഹചര്യത്തെ, രണ്ടിടത്തേക്ക് പോകുന്ന സാഹചര്യത്തെ ഒന്നിച്ചു നിർത്താൻ ഇനി സഭാധ്യക്ഷന്മാർ ശ്രമിച്ചാലും നടക്കുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ടതാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് UDF ഇതൊരു ലാസ്റ്റ് ബസ്സാണ് എന്ന് സഭകൾ ഒരു പരിധിവരെ വിലയിരുത്തുന്നുണ്ട്, മുസ്ലിം സംഘടനകൾ വിലയിരുത്തുന്നുണ്ട്. അവിടെയാണ് UDF ഒരുപക്ഷെ ഒരു സ്ട്രാറ്റജിക് വോട്ടിലൂടെ അവരെ സഹായിക്കുന്ന നിലയിലേക്ക് ഈ സഭകളും ഇത്തരം സമൂഹവും ഒക്കെ ഒരുമിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതുപോലെ ഒരുമിച്ച് എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത്. സജിത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.